السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن ابن عمر رضي الله عنهما أنه قال رسول الله صلى الله عليه وسلم: السعادة كل السعادة طول العمر في طاعة الله عز وجل. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു: അസ്സഅദതു വിജയം, കുല്ലു സഅദത്തി എല്ലാ വിജയവും, വിജയം മുഴുക്കെ. എന്താണ് ഈ വിജയം? തൂൽ ഉമുരി ഫീ ത്വാഅത്തില്ലാഹ് അസ്സ വജല്ല, അല്ലാഹുവിന് വഴിപ്പെടുന്നതിലായിട്ട്, അവനെ അനുസരിക്കുന്നതിലായിട്ട് ദീർഘായുസ് ലഭിക്കലാണ്, ആയുർദൈർഘ്യം. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി അവനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്ത് അങ്ങനെ ഒരുപാട് കാലം ജീവിക്കാൻ ഒരാൾക്ക് അവസരമുണ്ടായി, അവൻ ഭാഗ്യവാനാണ്. അപ്പൊ സഅദത്ത് സൗഭാഗ്യം, ഭാഗ്യം, വിജയം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ത്വാഅത്തിലായിട്ട് ആയുർദൈർഘ്യം ലഭിക്കുക, ദീർഘായുസ് ലഭിക്കുക എന്നുള്ളതാണ്. അതിന് ഇമാമുകൾ വിശദീകരിച്ചത്, ഫഇന്നഹു, ഒരു മനുഷ്യൻ അവന്റെ വയസ്സ്, ആയുസ് വർദ്ധിക്കും തോറും ഇസ്ദാദ മിന ത്വാഅ, അവനക്ക് ത്വാഅത്ത് ഇങ്ങനെ പെരുപ്പിക്കാൻ കഴിയും. നിസ്കാരായിട്ടും ഖുർആൻ ഓത്തായിട്ടും എഴുത്തിക്കാഫായിട്ടും നോമ്പായിട്ടും അങ്ങനെ. അപ്പോ അവന്റെ ഹസന ഇസ്ദാദ മിന ത്വാഅ ഫതക്സുറു ഹസനാതുഹു വതുളഅഫു ദറജാതുഹു ഫിൽ ജിനാനി വസ്ദാദ ഖുർബൻ മിൻ റിളർ റഹ്മാൻ. അപ്പൊ എന്ത് ചെയ്യും? അവനക്ക് ധാരാളം ഹസനാത്തുകൾ ഉണ്ടാവും, അവന്റെ ഹസനാത്തുകൾ വർദ്ധിക്കും. അതുപോലെ സ്വർഗത്തിൽ അവന്റെ ദറജകൾ ഇരട്ടിയാക്കപ്പെടും. അള്ളാഹുവിനോടുള്ള അവന്റെ സാമീപ്യം അത് അടുത്തു വരും, വളരെ അധികമാകും. കുറെ കാലം ജീവിച്ചു, ആ കാലത്തൊക്കെ ഇങ്ങനെ നിസ്കരിക്കുകയാണ്, ജമാഅത്തിന് സംബന്ധിക്കുകയാണ്, ഖുർആനോത്ത്, സ്വലാത്ത്, ദിക്ർ. അപ്പൊ അതാണ് ഭാഗ്യം എന്ന് പറഞ്ഞാല്. സഅദത്ത്, വിജയം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ത്വാഅത്തിലായിട്ട് ദീർഘായുസ് ലഭിക്കുക. വഫീ ഇഫ്ഹാമിഹി അന്ന ശഖാവ കുല്ല ശഖാവത്തി തൂലുൽ ഉമരി ഫീ മഅസിയത്തില്ലാഹി തആല. എന്നാ പരാജയം, എല്ലാ പരാജയവും കുടികൊള്ളുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലായിട്ട് ഒരാൾക്ക് ഒരുപാട് ആയുസ് കിട്ടി. അയാൾക്ക് കണ്ടമാനം കാലം അയാൾ ഇവിടെ ജീവിച്ചു, പക്ഷെ അപ്പോഴൊക്കെ ദോഷം ചെയ്തുകൊണ്ട് അയാൾ ജീവിച്ചത്. അപ്പൊ അയാള് ദോഷം ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്, അവന്റെ ദോഷങ്ങൾ പെരുക്കുന്നു, നരകത്തിൽ അവനെ വളരെ മോശമായ അവസ്ഥ കാത്തിരിക്കുന്നു. അപ്പൊ അതുണ്ടാകാൻ പാടില്ല കേട്ടോ. ഇബാദത്തുകൾ ധാരാളമായി ഉണ്ടാവണം. അതുകൊണ്ടാണ് വലിദാലിക കരിഹൽ അംബിയാഉ വൽ ഔലിയാഉൽ മൗത, അമ്പിയാക്കളും ഔലിയാക്കളും മരണത്തെ വെറുക്കാനുണ്ടായ കാരണം എന്താ? അവർക്ക് ഇബാദത്തിലുള്ള ലദ്ദത്ത്, ഇബാദത്തിന് ലദ്ദത്ത് ഉണ്ട്. നിസ്കാരായാലും ഖുർആനോത്തായാലും എന്ത് ഇബാദത്തായാലും അതിനൊരു ലദ്ദത്തുണ്ട്. നമുക്കാണത് പ്രയാസമായി തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മെപ്പോലത്തെ ഈ ഈമാൻ കുറഞ്ഞ ആളുകളെ പരിഗണിച്ചിട്ട് ഈ ത്വാഅത്തുകളൊക്കെ തൽവീനാക്കിയല്ലോ. ഇബാദത്തുകൾ ഇങ്ങനെ വ്യത്യസ്തമാക്കാനുള്ള കാരണം തന്നെ എന്താ? ഒരേ സംഗതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ശരീരം എന്ത് ചെയ്യും? മടുപ്പ് പ്രകടിപ്പിക്കും. അപ്പൊ അത് മാറ്റിപ്പിടിക്കുക. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ കുറെ ഖുർആനോദി പിന്നെ അയാളിപ്പോ ഇങ്ങനെ പേജ് മറിച്ച് നോക്കുക, ഞാൻ ജുസ് എത്താനായിക്കണോ നിർത്താൻ വേണ്ടിയിട്ടേ, അപ്പൊ അത് മടുപ്പാ. അപ്പൊ അയാൾ ആ സമയത്ത് നിർത്തിയിട്ട് അയാൾക്ക് അപ്പൊ ഉന്മേഷം കിട്ടുന്ന സംഗതി എന്താ? കുറച്ച് ദിക്റല്ല അനയിക്കാരം, അല്ലെങ്കിൽ സ്വലാത്തല്ല അനയിക്കാരം. അയാളത് ചെയ്യട്ടെ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. ഒന്നിൽ തന്നെ ഒരാൾ മുന്നോട്ട് നഫ്സിനെ തഴവീതാക്കി കഴിഞ്ഞാൽ സഹജമായ മടുപ്പുണ്ടാവും, മനുഷ്യനല്ലേ. അപ്പൊ അതുകൊണ്ട് ആ മടുപ്പ് വരുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക? അവനക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് മുന്നിടണം എന്ന് ഇമാം ഗസാലി തങ്ങളൊക്കെ പറഞ്ഞത് കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഏറ്റവും വലിയ വിജയി എന്ന് പറഞ്ഞാൽ അവനക്ക് ഒരുപാട് ആയുസ് ലഭിച്ചു, ആയുസ് മുഴുക്ക ത്വാഅത്തുകളാൽ അവൻ സമ്പന്നമാക്കി. അതല്ലാതെ കുറെ തെറ്റ് ചെയ്തിട്ട് ഇവിടെ കുറെ കാലം ജീവിച്ചിട്ട് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ഇസ്സത്തോടെ റാഹത്തോടെ നമുക്കെല്ലാവർക്കും ആ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.